നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരി. നടനടക്കമുള്ളവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു, കുടുംബത്തെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ആരോപിച്ചു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. നിവിനെതിരെ ഊന്നുകൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പീഡന പരാതി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. ശ്രേയ, AK സുനിൽ, ബിനു, ബഷീർ, കുട്ടൻ, നിവിൻ പോളി എന്നിവരാണ് കേസിൽ പ്രതികൾ. കഴിഞ്ഞ നവംബറിൽ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത്. ദുബായിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് പരാതിക്കാരി. ഇവരുടെ സുഹൃത്തായ ശ്രേയ എന്ന പെൺകുട്ടി മുഖാന്തരം യൂറോപ്പിലേക്ക് പോകാൻ ഏജൻസി വഴി വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ വാങ്ങി. സമയം കഴിഞ്ഞും വിസ ലഭിക്കാതിരുന്നതോടെ അന്വേഷിച്ചപ്പോൾ പ്രൊഡ്യൂസറായ AK സുനിലിനെ പരിചയപ്പെടുത്തി. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ദുബായിൽ വെച്ചാണ് പരിചയപ്പെടുത്തിയത്. സുനിലുമായി വാക്കുതർക്കമുണ്ടായപ്പോൾ നിവിൻ പോളി അടക്കമുള്ളവർ ഇയാളുടെ ഗുണ്ടകളായി സ്ഥലത്തെത്തി. തുടർന്ന് എന്നെ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കലർത്തിയ വെള്ളം തന്ന് പീഡിപ്പിച്ചു. വീഡിയോ ഡാർക്ക് വെബിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചു. വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. സഹിക്കാൻ പറ്റാതായപ്പോഴാണ് പരാതി കൊടുത്തത്. എൻ്റെയും ഭർത്താവിൻ്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. നാട്ടിലെ വീട്ടിൽ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു. നിവിൻ പോളിയുടെ ആരാധകരെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. പരാതിക്കാരി ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. വിദേശ ജോലിക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസി നടത്തുന്ന ശ്രേയ എന്ന യുവതിയാണ് കേസിലെ 1ാം പ്രതി. നിർമ്മാതാവ് AK സുനിൽ, ബിനു, ബഷീർ, കുട്ടൻ എന്നിവരാണ് 2 മുതൽ 5 വരെ പ്രതികൾ. പീഡനം, കൂട്ടബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പുകളാണ് ചുമത്തിയത്. എറണാകുളം നേര്യമംഗലം സ്വദേശിനി തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഊന്നുകൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. 2 ദിവസം മുമ്പാണ് യുവതി SITയെ സമീപിച്ചത്. 1ാം പ്രതിയുടെയും 3ഉം 4ഉം 5ഉം പ്രതികളുടെയും വിശദവിവരങ്ങൾ പരാതിയിൽ പറയുന്നില്ലെന്ന് ഊന്നുകൽ SI O വിനോദ് വ്യക്തമാക്കി. ഇതെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തും. പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. തുടർ നടപടികൾ പ്രത്യേക സംഘം കൈക്കൊള്ളും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇതോടെ 11ആയി. എന്നാൽ പരാതിക്കാരിയെ കണ്ടിട്ടില്ലെന്നാണ് നിവിൻ പോളി പറയുന്നത്. തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സ്ത്രീയെ നേരിട്ട് കാണുകയോ ഫോൺ വിളിക്കുകയോ വാട്സപ്പിൽ സന്ദേശം അയക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നടൻ നിവിൻ പോളി പറഞ്ഞു. മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമുണ്ടെന്നും നിവിൻ പോളി പറഞ്ഞു.